നമസ്കാരം. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഈയൊരു കവിതയാണ്. കവിതയുടെ പേര് കവലമി യാത്ര. NN കക്കാട്. NN കക്കാടിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കവിത ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. NN കക്കാടിന്റെ പ്രശസ്തമായ ഒരു കവിതയാണ് കവലമി യാത്ര. അർബുദരോഗം ബാധിച്ച് മരണാസന്നനായി കിടക്കുകയാണ് അദ്ദേഹം ഈ കവിത രചിക്കുന്നത്. അദ്ദേഹത്തിന് ഈ രോഗമുണ്ടെന്ന് അടുത്ത ബന്ധുക്കൾ പോലും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നുള്ള കാര്യം. അപ്പോ അദ്ദേഹത്തിന് സ്ഥിരമായി അലട്ടിയിരുന്ന ചുമയ്ക്കും ജലദോഷത്തിനും ഒക്കെ ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി അതിന്റെ അവസ്ഥ വളരെ മാരകമാണ്. ഈ ഒരു അവസ്ഥയില് ആശുപത്രിയിൽ കിടന്നുകൊണ്ട് തന്റെ ഭാര്യയായ ശ്രീദേവി കക്കാടിനോട് പറയുന്ന വിധത്തിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ഈ കവിത ഒരേ സമയം ഹൃദയസ്പർശിയും വേദനാജനകവുമാണ്. ഒരുപാട് അവാർഡുകൾ നേടിയ ഒരു കവിത കൂടിയാണ് കവലമി യാത്ര. നമുക്ക് കവിതയിലേക്ക് കടക്കുന്നതിന് നമുക്ക് അദ്ദേഹത്തിന്റെ ചിത്രവും ജീവചരിത്രവും ഒന്ന് പരിശോധിക്കാം. NN കക്കാട് ജീവചരിത്രം വായിക്കാം. ആധുനിക മലയാളത്തിലെ പ്രമുഖനായ കവിയായിരുന്നു NN കക്കാട് എന്നറിയപ്പെടുന്ന നാരായണൻ നമ്പൂതിരി കക്കാട്. ജീവിത കാലഘട്ടം 1927-1987. മനുഷ്യസ്നേഹം തുളുമ്പി നിന്ന അദ്ദേഹത്തിന്റെ കവിതകളിൽ സമൂഹത്തിന്റെ ദുരവസ്ഥയിലുള്ള നൈരാശ്യം കലർന്നു. ചിത്രമെഴുത്ത്, ഓടക്കുഴൽ, ശാസ്ത്രീയ സംഗീതം, ചെണ്ടകൊട്ട് എന്നിവയിലും കക്കാടിന് പ്രാവീണ്യമുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ അവിടനല്ലൂർ എന്ന ഗ്രാമത്തിൽ 1927 ജൂലൈ 14-നാണ് NN കക്കാട് ജനിച്ചത്. കക്കാട് വലിയ നാരായണൻ നമ്പൂതിരിയും ദേവകി അന്തർജനവുമാണ് മാതാപിതാക്കൾ. 1955 ഏപ്രിൽ 26-ന് ചെർപ്പുളശ്ശേരിക്കാരിയായ ശ്രീദേവിയെ വിവാഹം ചെയ്തു. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം ജീവിതത്തിന്റെ ഏറിയ പങ്കും കോഴിക്കോട് ആകാശവാണിയിലാണ് ജോലി ചെയ്തത്. നടുവണ്ണൂർ സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചുവെങ്കിലും മാനേജ്മെന്റുമായുണ്ടായ തർക്കത്തെ തുടർന്ന് അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചു. കോഴിക്കോട് ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായി കുറച്ചുകാലം ജോലി ചെയ്തു. മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പിന്തുണയോടെ ബാലുശ്ശേരിയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായ അദ്ദേഹം അവിടെ കലാകാരന്മാരുടെ അസോസിയേഷൻ ഉണ്ടാക്കി സേവന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചവരിൽ ഒരാളാണ് അദ്ദേഹം. കേരള സാഹിത്യ സമിതി, വള്ളത്തോൾ വിദ്യാപീഠം എന്നിവയിലും അദ്ദേഹം പ്രവർത്തിച്ചു. 1985 അദ്ദേഹം ആകാശവാണിയിലെ പ്രൊഡ്യൂസർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. കേരള സാഹിത്യ അക്കാദമിയിലും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലും അദ്ദേഹം അംഗമായിരുന്നിട്ടുണ്ട്. കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിലും തൃശൂർ കേരളവർമ്മ കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. പാരമ്പര്യ രീതിയിലുള്ള സംസ്കൃത പഠനവും തന്ത്രവും മറ്റും അദ്ദേഹം കുടുംബത്തിൽ നിന്ന് പഠിച്ചിരുന്നു. കേരളവർമ്മ കോളേജിലെ അധ്യാപകനായിരുന്ന NV കൃഷ്ണവാര്യരാണ് കക്കാടിലെ കവിയെ വളർത്തിയത്. അദ്ദേഹം ചെറുപ്പം മുതൽക്കേ കവിത എഴുതി തുടങ്ങി. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്പൂതിരി കുടുംബത്തിലാണ് കക്കാട് ജനിച്ചത്. ബാല്യം മുതൽക്കേ അനാരോഗ്യം കൊണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്നു. കലാകേരളം അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് വളരെ താമസിച്ചായിരുന്നു. പല ആശയങ്ങളും രൂപങ്ങളുമായി മല്ലിട്ട് മലയാള സാഹിത്യത്തിൽ തന്റേതായ ഒരു പാത വെട്ടിത്തെളിക്കുകയായിരുന്നു അദ്ദേഹം. രാമായണം, മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്ന് ലഭിച്ച കവിതാവാസനയാൽ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ ശ്ലോകങ്ങൾ രചിച്ചിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗം കലുഷിതമായിരുന്ന കാലഘട്ടത്തിലായിരുന്നു കക്കാടിന്റെ കവിതകൾ പുറത്തു വന്നത്. ഗ്രാമത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതും നാഗരികതയുടെ നരകാത്മകതയും അദ്ദേഹത്തെ അലോസരപ്പെടുത്തി. തന്റെ ചുറ്റും നടക്കുന്ന മാറ്റങ്ങളിൽ വിഹ്വലനായിരുന്നു അദ്ദേഹം. ഒരു കവിതയിൽ നഗരജീവിതത്തെ ഒരുവൻ തന്റെ ഞരമ്പുകൾ കൊണ്ട് വലിച്ചു കെട്ടിയ ഒരു കൂടാരവുമായി അദ്ദേഹം ഉപമിക്കുന്നു.
എങ്കിലും ഗ്രാമനന്മകൾ മാത്രം നിറഞ്ഞതാണെന്ന മൗഢ്യവും അദ്ദേഹത്തിനില്ലായിരുന്നു. ഭയം കൊണ്ട് മരവിച്ച് ഘോഷയാത്രയായി നീങ്ങുന്ന അരക്ഷിതരുടെ ഒരു കൂട്ടമായി അദ്ദേഹം മനുഷ്യവർഗത്തെ കണ്ടു. ഇതിഹാസങ്ങളിൽ നിന്ന് രൂപകങ്ങൾ കടം കൊണ്ട് അദ്ദേഹം ആധുനിക മനുഷ്യന്റെ അവസ്ഥയെ വർണ്ണിച്ചു. അങ്ങനെ ഭൂതവും വർത്തമാനകാലവുമായി അദ്ദേഹം പാലങ്ങൾ തീർത്തു. മനുഷ്യന്റെ അവസ്ഥയായിരുന്നു കക്കാടിന്റെ കവിതകളുടെ പ്രധാന വിഷയം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നമുക്ക് വായിക്കാം. ശലഭഗീതം, പാതാളത്തിന്റെ മുഴക്കം, വജ്രകുണ്ടലം, സബലമി യാത്ര, നന്ദി തിരുവോണമേ നന്ദി, ഇതാ ആശ്രമമൃഗം, കൊല്ലേ കൊല്ലേ, പകലറുതിക്കു മുൻപ്, നാടൻ ചിന്തുകൾ, പോത്ത്, വഴിവെട്ടുന്നവരോട്, ചെറ്റകളുടെ പാട്ട്, കഴുവേറിപ്പാച്ചിന്റെ പാട്ട്. സബലമി യാത്ര എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ് ഫോർ പോയട്രി, കുമാരനാശാൻ സ്മാരക അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കവിതയിലേക്ക് നമുക്ക് കടക്കാം. സബലമി യാത്ര. ഈ കവിത മനോഹരമായിട്ട്, വളരെ മനോഹരമായി നമ്മുടെ ജി വേണുഗോപാൽ സാർ ആലപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഓഡിയോ കേൾക്കുക. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ആർദ്രമി ധനുമാസ രാവിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീയെന്നണിയത്തു തന്നെ നിൽക്കൂ, ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴ. എന്താ അവിടെ പറയുന്നത്? ഞാൻ പറഞ്ഞു, അർബുദ രോഗത്തിൽപ്പെട്ട് എന്താണ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ ആസ്പത്രിവാസത്തിനിടയിൽ ശ്രീദേവി കക്കാടിനോട് പറയുന്ന രീതിയിലാണ് അദ്ദേഹം ഈ കവിത രചിച്ചിട്ടിരിക്കുന്നത്. ആർദ്രമായ, അതായത് തണവാർന്ന, ധനുമാസത്തിൽ ഭയങ്കര തണവായിരിക്കും അല്ലെ. അപ്പൊ ആർദ്രമീ ധനുമാസ രാവിൽ ആതിര വരും പോകുമല്ലേ സഖി, ആർദ്രമായ ഈ ധനുമാസ രാവിലെ എന്ത് ചെയ്യും? ആതിര എന്ന് പറയുന്നത് തിരുവാതിര വരും പോകും ചെയ്യും ഇല്ലേ എന്ന് സഖി എന്ന് ആരോട്? ഭാര്യയോട് ചോദിക്കുകയാണ്. വരികയും പോവുകയും ചെയ്യും അല്ലേ സഖി എന്ന് ഭാര്യയോട് ചോദിക്കുകയാണ്. തിരുവാതിര എന്താണ്? തിരുവാതിര എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസപ്രകാരം, ഹൈന്ദവരുടെ വിശ്വാസപ്രകാരം എന്താണ്? ധനുമാസത്തിലെ ഒരു ആഘോഷമാണ് അല്ലെ തിരുവാതിര. അതായത് ദാമ്പത്യം സുദൃഢമാകാൻ വേണ്ടിയിട്ട് ദമ്പതികൾ തിരുവാതിര നോൽക്കാറുണ്ട് അല്ലെ, ഭാര്യമാരെ. പിന്നെ എന്താണ്? കല്യാണം കഴിയാത്ത കന്യകമാർ എന്ത് ചെയ്യും? നല്ല വരന് ലഭിക്കാനും മംഗല്യഭാഗ്യം ഉണ്ടാവാനും ദീർഘസുമംഗലികളായിരിക്കാനും എല്ലാം വേണ്ടിയിട്ട് തിരുവാതിര നോൽക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞവർ ദീർഘസുമംഗലികളായിരിക്കാൻ വേണ്ടിയും തിരുവാതിര നോൽക്കാറുണ്ട്. നമ്മുടെ എന്താണ് പാർവതി ദേവിയെ പ്രീതിപ്പെടുത്താനാണ് തിരുവാതിര നോൽക്കുന്നത് എന്ന് പറയാറുണ്ട്. പരമശിവന്റെയും പാർവതിയുടെയും പോലെ തന്നെ ജീവിതം, നല്ല ഒരു ദാമ്പത്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് തിരുവാതിര നോൽക്കാറുള്ളത് അല്ലെ. പിന്നെ തിരുവാതിരയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? പാർവതി പരമശിവനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വ്രതമെടുത്ത് ഇരുന്നതാണ് തിരുവാതിരയായി ആഘോഷിക്കുന്നത് എന്നും പറയാറുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് തിരുവാതിരയ്ക്കായി. നമുക്കിത് നോക്കാം. അപ്പൊ ഈ ധനുമാസ രാവിലെ എന്താണ്? തിരുവാതിര വരികയായി. അപ്പോൾ എന്താണ്? നമുക്ക് ആ തിരുവാതിരയെ സ്വീകരിക്കാം എന്നാണ് ഭാര്യയോട് പറയുന്നത്. ആർദ്രമീ ധനുമാസ രാവിലൊന്നിൽ ആതിര വരും പോകും അല്ലേ സഖി, ഞാൻ ഈ ജനലഴി പിടിച്ചൊന്ന് നിൽക്കട്ടെ. ഞാൻ എന്താണ്? ഈ ജനലിന്റെ അഴി പിടിച്ചൊന്ന് നിൽക്കട്ടെ. നീ എന്നണിയത്തു തന്നെ നിൽക്കൂ, നീ എന്റെ അരികത്ത് തന്നെ നിൽക്കൂ, ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം. കാരണം കവിയുടെ ശരീരത്തെ തന്നെയാണ് ഈ പഴങ്കൂട എന്ന് പറയുന്നത്. കാരണം രോഗം ബാധിച്ച് വളരെ അവശനായിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ എന്താണ്? ഞാനൊന്ന് ചുമച്ചാൽ ഞാൻ എന്താണ്? നിലം പതിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ? എന്റെ അരികത്ത് തന്നെ നിൽക്കൂ എന്നാണ് പറയുന്നത്. ആർദ്രമീ ധനുമാസ രാവിലൊന്നിൽ ആതിര വരും പോകും അല്ലേ സഖി, ഞാൻ ഈ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ, ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം. ഗണിതമാം കണ്ടെത്തി ഇന്നു നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി നേരിയ നിലാവിന്റെ പിന്നിലെ അനന്തതയിൽ ലലിയുമിരുൾ നീലിമയിൽ എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്ന് വിറയ്ക്കുമീ ഏകാന്ത താരകളെ. ഞാനൊട്ടു കാണട്ടെ, നീ തൊട്ടു നിൽക്കൂ. ഗണിതമാം കണ്ടെത്തിൽ ഇന്നു നോവിത്തിരി
കുറവുണ്ട്. വ്രണം പിടിച്ച കഴുത്തിൽ, കണ്ടം കഴുത്തിൽ എന്താണ് ഇന്ന് വേദന അല്പം കുറവുണ്ട്. വളരെ നാൾ കൂടി നേരിയ നിലാവിന്റെ പിന്നിലെ അനന്തതയിലെ ഇരുൾ നീലിമയിൽ, നേരിയ നിലാവിന്റെ അനന്തതയിൽ കാണുന്ന ഇരുളിൽ എന്താണ് എന്തോ പഴകിയൊരു ഓർമ്മകൾ മാതിരി നിന്ന് വിറയ്ക്കുന്ന നക്ഷത്രങ്ങളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. എന്താണ് വേദന അല്പം കുറവുണ്ട്. അപ്പൊ കുറെ കാലമായി എന്താണ് പുറത്തേക്കൊക്കെ നോക്കിയിട്ട്, അപ്പൊ ഞാൻ ഈ ജനലിന്റെ സമീപത്ത് നിന്നിട്ട് എന്താണ് പഴയ ഓർമ്മകൾ പോലെ എന്താണ് ഞാൻ ഇവിടെ നിൽക്കുന്ന നക്ഷത്രങ്ങളെ ഒന്ന് വിറയ്ക്കും, ഈ ഏകാന്ത താരകങ്ങളെ, നക്ഷത്രങ്ങളെ ഞാനൊന്ന് കാണട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. നിലാവ് എന്ന് പറയുന്നത് എന്താണ്? തന്റെ ജീവിതം പോലെ ഒരു കാലത്ത് ശാന്തമായിരുന്നു അല്ലെ. ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തില് വളരെയധികം ഇരുട്ട് ബാധിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അല്ലെ. രോഗം ബാധിച്ച് ഒരു കാലത്ത് എന്താണ് ശാന്തമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം, ഇപ്പോൾ വളരെയധികം ഇരുട്ട് ബാധിച്ചിരിക്കുന്നു. ഒരുപാട് നാളായി എന്താണ് ഒരു പ്രകൃതിയൊക്കെ നോക്കി കണ്ടിട്ട്. അപ്പോൾ ഇന്ന് വേദന എനിക്ക് അല്പം കുറവുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ജനലിന്റെ സമീപത്ത് നിന്ന് എന്താണ് ഈ താരകങ്ങളെയൊക്കെ ഒന്ന് കാണട്ടെ. അപ്പോൾ എന്താണ് ഞാനൊക്കെ കാണട്ടെ, നീ എന്നെ തൊട്ടു നിൽക്കൂ എന്നാണ് പറയുന്നത്. നീ എന്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ തന്റെ പ്രിയതമയെ എന്താണ് തന്റെ വളരെ ഈ കഷ്ടപ്പാട് നിറഞ്ഞ പ്രതിസന്ധിയിലെ എന്താണ് കഷ്ടപ്പാട് നിറഞ്ഞ ഈ അവസ്ഥയില് തന്റെ കൂടെ ഉണ്ടാകണമെന്ന് പ്രിയതമയോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അല്ലെ. കാരണം നിസ്സാര കാര്യങ്ങൾക്ക് എന്താണ് ഇന്ന് മനുഷ്യൻ ജീവിതം നശിപ്പിക്കാൻ തീരുമാനിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇങ്ങോട്ട് നോക്കിയാൽ ഇന്ന് ചുരുങ്ങിയ എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഈ കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ ആഘോഷങ്ങളെയും വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്, അതിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട്. അപ്പോൾ എന്താ പറയാ, നമുക്ക് ആരോഗ്യം ഉള്ള കാലത്ത് എന്താണ് നമുക്ക് ജീവിക്കാൻ ഭൗതിക സാഹചര്യങ്ങൾ മാത്രം മതി. പക്ഷെ നമ്മുടെ എന്താണ് അവസ്ഥ വളരെ മോശമാകുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് എന്താണ് ഭൗതിക സാഹചര്യങ്ങൾ മതിയാകാതെ വരും. എന്താണ് നമ്മുടെ പ്രിയതമയോ മകനോ മകളോ അച്ഛനോ അമ്മയോ ആരെങ്കിലും നമ്മുടെ കൂടെ ഇല്ലാതെ എന്താണ് നമുക്ക് മുന്നോട്ട് നീങ്ങുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ് അല്ലെ. അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ കവിക്ക് വന്നെത്തിയിരിക്കുന്നത്. അപ്പൊ കവി തന്റെ പ്രിയതമയെ വിളിക്കുകയാണ്. ഞാൻ എന്നാൽ പുറത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെയൊക്കെ ഒന്ന് കാണട്ടെ, നീ എന്റെ അടുത്ത് തന്നെ നിൽക്കണേ എന്ന് കവി പ്രിയ സഖിയോട് പറയുകയാണ്. ഓരോ നിറം കൊണ്ടു നേരാമളന്നും ഓരോ രവം കൊണ്ട് രൂപമറിഞ്ഞും ഓരോ മരുന്നുകളിൽ അന്തികളിഴഞ്ഞും ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരി ചുറഞ്ഞു. പുഴയും ഈ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി, ആതിര വരുന്നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി വരും കൊല്ലം ആരെന്തുമെന്തെന്നും ആർക്കറിയാം. അവരികൾ ശ്രദ്ധിക്കൂ. ഓരോ നിറം കൊണ്ട് നേരാമളർന്നു, അതായത് അവിടെ പറയുന്നത് എന്താണ്, ഓരോ നിറം കൊണ്ടാണ് നേരത്തെ മനസ്സിലാക്കുന്നത്. അതായത് ബോധത്തിനും അബോധത്തിലും കിടക്കുന്ന, അബോധത്തിനിടയിലും കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കവി ഇപ്പോൾ. അപ്പോൾ എന്താണ് ജനലിന്റെ പുറത്ത് കാണുന്ന വെളിച്ചം നോക്കി മാത്രം സമയത്തെ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ നിറം കൊണ്ട് നേരമളന്നും ഓരോ രവം കൊണ്ട് രൂപമറിഞ്ഞും, രവം എന്ന് പറഞ്ഞാൽ ശബ്ദം, ഒരു ശബ്ദം കൊണ്ട് മാത്രം ആളുകളെ മനസ്സിലാക്കിയും നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് രോഗം വളരെ മൂർച്ഛിച്ചിരിക്കുന്ന സാഹചര്യമാണ് എന്നല്ലേ. ഒരു ശബ്ദം കൊണ്ട് ആളുകളെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ മരുന്നുകളിൽ അന്തികളിഴഞ്ഞും, അതായത് ഓരോ മരുന്ന് കഴിച്ചുകൊണ്ട് ദിവസങ്ങളെ തള്ളി നീക്കിയും, അന്തി കഴിഞ്ഞാൽ പിന്നെ ദിവസം കഴിഞ്ഞു അല്ലേ. അപ്പൊ അന്തികളിൽ ഇഴഞ്ഞാണ് പോകുന്നത്, വേഗം പോകുന്നില്ല. പന്തികളെ തള്ളി നീക്കിയും ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരു ചുറഞ്ഞും, അതായത് ഒരു കരസ്പർശം കൊണ്ടോ ഒരു തേങ്ങല് കൊണ്ടോ എന്താണ് വ്രണപ്പെട്ട മുറിവുകളിൽ, അതായത് മനസ്സിന് കുറച്ച് കുളിര് തരുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നാളുകളിലൊക്കെ എന്താണ് ഒച്ചയുണ്ടാക്കാതെ ഈ നാളുകളിലൊക്കെയാണ് ആതിര കടന്നു വരുന്നത്, തിരുവാതിര കടന്നു വരുന്നത്. സഖി ആതിര വരുന്നേരം ഒരുമിച്ച് കൈകൾ കോർത്ത് എതിരേൽക്കണം. നമുക്ക് എന്താണ് തിരുവാതിര വരുന്ന ദിവസങ്ങളിൽ, തിരുവാതിര വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കൈകൾ കോർത്ത് എതിരേൽക്കണം. നമുക്ക് ഇക്കുറി
നമുക്ക് ഇക്കുറി കൈകൾ കോർത്ത് തിരുവാതിരയെ വരവേൽക്കണം. വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. അടുത്ത കൊല്ലം ആരാ ഉണ്ടാവുക, എന്താ പറ്റുക എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, ഈ തിരുവാതിരയെ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എതിരേൽക്കാം എന്ന് പറയാം. വളരെ സന്തോഷത്തിൽ എതിരേൽക്കാം എന്ന് പറയുകയാണ്. അവിടെ ഒരു മനുഷ്യന്റെ അവസ്ഥ നോക്കൂ. കാരണം എന്താണ്, മരണത്തിനെ എണ്ണിക്കഴിയുന്ന നാളുകളാണ് അല്ലെ മരണം വരാൻ. മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന അവസ്ഥയില് പറയാണ്, നമുക്കിനി അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ വരുന്ന തിരുവാതിരയെ എന്ത് ചെയ്യാം, സന്തോഷത്തോടെ വരവേൽക്കാം എന്ന് പറയുകയാണ്. എന്തു നീ മിഴിയണ തുളുമ്പി എന്നോ സഖി. അപ്പോൾ അത് കേട്ടപ്പോൾ എന്തായി, ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പൊ എന്തിനാണ് നിന്റെ കണ്ണുകൾ നിറയുന്നത്, തുളുമ്പുന്നത് സഖി? ചന്തം നിറയ്ക്കും ഈ ശിഷ്ടദിനങ്ങളിൽ. എന്താണ് സന്തോഷം നിറയ്ക്കേണ്ട നല്ല ദിവസങ്ങളിൽ, ശേഷിക്കുന്ന ഈ ദിവസങ്ങളിൽ മിഴിനീർ ചവർപ്പ് പെടാതെ മധുപാത്രം അടിയോളം മോന്തുക. അതായത് എന്താണ്, കണ്ണീരിന്റെ ഉപ്പ് കലരാതെ മധുപാത്രം, തേൻപാത്രം മതിയാവോളം മോന്തുക. അതായത് പറയുന്നത് എന്താണ്, മരണത്തിനായി ശേഷിക്കുന്ന ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, ദുഃഖം കൂടാതെ ജീവിതം സന്തോഷത്തോടെ ആസ്വദിക്കുക. മധുപാത്രം, തേൻപാത്രം മോന്തുക എന്ന് പറയുന്നത് അവിടെയാണ്. നമ്മൾ സന്തോഷം കൊണ്ട് ജീവിതത്തെ ആസ്വദിക്കുക. കണ്ണീരിന്റെ ഉപ്പുപെടാതെ, അതായത് ദുഃഖിക്കാതെ, മനസ്സിന് സന്തോഷം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ശേഷിക്കുന്ന ദിനങ്ങൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുക. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നേർത്ത നിലാവിന്റെ അടിയിൽ തെളിയും ഇരുൾ നോക്കൂ, ഇരുളിന്റെ അറകളിലെ ഓർമ്മകൾ എടുക്കുക. അതായത് നിലാവിന്റെ അടിയിൽ തെളിയുന്ന ഇരുൾ നോക്കുക. അതായത് നമ്മുടെ ജീവിതത്തില് ഒരുപാട് ദുഃഖങ്ങളും പിന്നെന്താണ് കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടായിരിക്കും, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. എന്നാൽ ആ ദുഃഖങ്ങളും കഷ്ടപ്പാടും മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൽ പിന്നെ എന്തുണ്ടായിട്ടുണ്ട്, ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിൽ വരുന്ന സന്തോഷങ്ങളെയൊക്കെ ഓർത്തെടുക്കുക. നല്ല നല്ല ഓർമ്മകളെ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ബോധത്തിനും അബോധത്തിനും അവസ്ഥയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കവി പോലെ. അപ്പോൾ നമ്മൾ എന്താണ്, മനസ്സിൽ വരുന്ന നല്ല ഓർമ്മകളെ, ദുഃഖിക്കുന്ന ഓർമ്മകളെ മാത്രം ചിന്തിക്കാതെ നല്ല നല്ല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, ഓർത്തെടുക്കുക എന്നാണ് കവിയുടെ പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഓരോ നിറം കൊണ്ടു നേരാമളന്നും, ഓരോ രവം കൊണ്ട് രൂപമറിഞ്ഞും, ഓരോ മരുന്നുകളിൽ അന്തികളിഴഞ്ഞും, ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരു ചുറഞ്ഞു. കുഴയുമീ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി. ആതിര വരുന്നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി. വരുംകൊല്ലം ആരെന്തും എന്നെന്നും ആർക്കറിയാം. പറയാണ് എന്താണ്, വളരെ തള്ളി നീക്കുന്ന ഈ ദിനങ്ങളിൽ ഓരോ നിറം കൊണ്ട് നേരം മനസ്സിലാക്കിയും, ഓരോ ശബ്ദം കൊണ്ട് ആളുകളെ മനസ്സിലാക്കിയും, ഓരോ മരുന്ന് കൊണ്ട് എന്താണ് ഓരോ ദിവസങ്ങൾ തള്ളി നീക്കിയും കഴിയുമ്പോൾ എന്താണ്, ഇടയ്ക്ക് കരസ്പർശം കൊണ്ടോ ഒരു നേർത്ത തേങ്ങൽ കൊണ്ടോ ഒരു മനസ്സിന് അല്പം കുളിര് പകരാറുണ്ട്. അത്തരത്തിലൊക്കെ തള്ളി നീക്കുന്ന ഈ നാളുകളിൽ എന്താണ്, തിരുവാതിര വന്നുവെന്നോ സഖി. ആതിര നമുക്ക് എന്താണ്, തിരുവാതിര വന്നു പോകും. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു മനുഷ്യന്റെ ദുഃഖമൊന്നും എന്താണ് ആഘോഷങ്ങൾ നോക്കാറില്ല. എന്താണ്, ഏത് ആഘോഷമായാലും അതെന്ത് വന്നു പോയിക്കൊണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കൊല്ലം ആരാ ഉണ്ടാവുക എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആതിരയെ സന്തോഷപൂർവ്വം എന്ത് ചെയ്യാം, വരവേൽക്കാം എന്ന് പറയുന്നത്. എന്തു നിൻ മിഴിയണ തുളുമ്പി എന്നോ സഖി. അതായത് നിന്റെ മിഴിയണ എന്തിനാണ്, കണ്ണുകൾ എന്തിനാണ് നിറയുന്നത്, ഈ ശേഷിക്കുന്ന സന്തോഷം പകരേണ്ട ഈ ദിവസങ്ങളില് എന്ത് ചെയ്യണം, നീ സന്തോഷത്തെ ചിന്തിക്കുക. എന്താണ്, കരഞ്ഞ് സമയം തീർക്കാതെ എന്ത് ചെയ്യുക, സന്തോഷം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ അത് എന്താ ചെയ്യേണ്ടത്, ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ ജീവിതത്തെ സന്തോഷപൂർവ്വം നേരിടുക. നമുക്ക് ഇനി അടുത്ത കൊല്ലം എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, തിരുവാതിരയെ വരവേൽക്കാൻ സാധിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, ആതിരയെ സന്തോഷപൂർവ്വം വരവേൽക്കാം. മിഴിനീർ ചവർപ്പ് പെടാതെ മധുപാത്രം അടിയോളം മോന്തുക. നേർത്ത നിലാവിന്റെ അടിയിൽ തെളിയുമിരുൾ നോക്കൂ, ഇരുളിന്റെ അറകളിലെ ഓർമ്മകൾ എടുക്കുക. നേർത്ത നിലാവിന്റെ അടിയിലെ ഇരുൾ നോക്കൂ, ആ ഇരുളിന്റെ അറയിലെ നല്ല നല്ല ഓർമ്മകളെ, ഇരുളിന്റെ അറയിൽ കിടക്കുന്ന
നല്ല ഓർമ്മകളെ നമ്മുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിനെ മൊത്തത്തിൽ ദുഃഖങ്ങളെ ഒക്കെ ചിന്തിക്കാതെ അതിന്റെ ഉള്ളിൽ നല്ല ഓർമ്മകൾ ഉണ്ടായിരിക്കും. ആ ഓർമ്മകളെ കുറിച്ച് ചിന്തിക്കുക. അതെല്ലാമാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്ത് ഓർമ്മകൾ എന്നോ, ഇവിടെ എന്ത് ഓർമ്മകൾ എന്നാണോ സഖി. നെറുകയിൽ ഇരുട്ടേന്തി പാറാവു നിൽക്കുമീ തെരുവ് വിളക്കുകൾക്കപ്പുറം, ബധിരമാം ബോധത്തിനപ്പുറം ഓർമ്മകളും ഒന്നുമില്ലെന്നോ. ഇവിടെ എന്ത് ഓർമ്മകൾ എന്നോ, ആ നെറുകയിൽ ഇരുട്ടേന്തി പാറാവു നിൽക്കുമീ തെരുവ് വിളക്കുകൾക്ക് അപ്പുറം, അതായത് നെറുകയിൽ ഇരുട്ടേന്തി മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയുന്ന തെരുവ് വിളക്കുകൾക്കും അപ്പുറം ആണ് എന്ത് കവിയുടെ അവസ്ഥ. കാരണം കവിയും ഒരു കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു അല്ലെ. നെറുകയിൽ ഇരുട്ടേന്തി നിൽക്കുന്ന ഒരു തെരുവിളക്കിന് സമമായിരുന്നു തന്റെ ജീവിതം. കാരണം താൻ ഇരുട്ടത്ത് നിൽക്കുമ്പോഴും മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അച്ഛനായിട്ടും ഭർത്താവായിട്ടും മകനായിട്ടും എല്ലാം മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയാൻ ശ്രമിച്ചിട്ടുണ്ട്. തെരുവിളക്കും അങ്ങനെ തന്നെയാണ്. ആ തെരുവിളക്കുകൾക്ക് അപ്പുറം, ബധിരമാം ബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ. അതിനൊക്കെ അപ്പുറം നമുക്ക് എന്താണ്, ഓർമ്മകളൊന്നും ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്താണ്, ഒരുപാട് ഓർമ്മകളുണ്ട്. ബോധത്തിനും അബോധത്തിനും, ബധിരമാം ബോധത്തിനപ്പുറം, ബോധത്തിനും അബോധത്തിനും ഇടയിലൊക്കെ കിടക്കുന്ന സമയങ്ങളിലും അതിനപ്പുറം നമുക്ക് എന്താണ്, ഒരുപാട് ഓർമ്മകളുണ്ട്. ഓർമ്മകളൊന്നും ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞും അഴിച്ചും, അവിടെ പറയുന്നത് എന്താണ്, വളകള് അണിഞ്ഞും അഴിച്ചും. അതായത് ജീവിതത്തിലെ ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ ഉയർച്ച ഉണ്ടായിട്ടുണ്ടായിരിക്കും, താഴ്ച ഉണ്ടായിട്ടുണ്ടായിരിക്കും, സുഖം ഉണ്ടായിട്ടുണ്ടായിരിക്കും, ദുഃഖം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞും അഴിച്ചും, അതായത് പല തരത്തിലുള്ള ജീവിത രീതികളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് ഓർമ്മകളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. പല മുഖം കൊണ്ട് നാം തമ്മിലെതിരേറ്റും, അതായത് പല വികാരങ്ങളോട് കൂടി, പല മുഖങ്ങളോട് കൂടി തമ്മിലെതിരേറ്റും. സന്തോഷം കലർന്ന മുഖത്തോടും ദുഃഖം കലർന്ന മുഖത്തോടും ജീവിതത്തിലെ പല പല ഭാവങ്ങളോടും കൂടെ തമ്മിലെതിരേറ്റും. നൊന്തും പരസ്പരം നോവിച്ചും, പരസ്പരം നൊന്തും സ്വയം നോവിച്ചും മൂപ്പതിറ്റാണ്ടുകൾ നീണ്ടൊരറിയാത്ത വഴികളിൽ, അതായത് എന്താണ്, മൂപ്പതിറ്റാണ്ടുകൾ അറിയാത്ത ദാമ്പത്യത്തിന്റെ അറിയാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുടയുവാൻ. അതായത് ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ചലച്ചിത്രത്തിലെ പോലെ പാട്ടുപാടി നടക്കുന്നതല്ല. അത് നമ്മള് ചലച്ചിത്രത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കൂ. ദാമ്പത്യം എന്ന് പറയുന്നത് എന്താണ്, കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വരും. കാരണം ഒരു പങ്കാളിയുടെ അയാളുടെ കുറവുകളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ദാമ്പത്യം എന്താണ് സന്തോഷകരമായി മുന്നോട്ട് പോവുക. നമ്മൾ ഒരു വ്യക്തിയുടെ കുറവുകളെ മാത്രം കണ്ടുകൊണ്ട് അതിനെ വിമർശിച്ചു കൊണ്ടിരുന്നാൽ അവിടെ എന്താണ്, ദാമ്പത്യം എന്ന് പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ പോവാൻ സാധിക്കുമോ? പോവാൻ സാധിക്കില്ല. അതാണ് ഇവിടെ കവി പറയുന്നത്, എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം. അപ്പൊ ചവർപ്പ് എന്ന് പറയുന്നത് എന്താണ്, സഹിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതിൽ കൂടെ കൊഴുത്തതാകുമ്പോൾ കൂടി എന്താണ്, നമുക്ക് കുടിക്കാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ, കല്ലും മുള്ളും ബുദ്ധിമുട്ടുകൾ എല്ലാം നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ എന്ത് സഞ്ചരിച്ചു, എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. ഇത്തിരി ശാന്തിയുടെ, അതായത് സമാധാനത്തിന്റെ ശർക്കര നുണയുവാൻ, അതായത് ഒരല്പം സന്തോഷം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചു എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഒക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലേക്ക് ഓടി മറഞ്ഞിരിക്കാം, പാതിയിലേറെ കടന്നുവല്ലോ സഖി. ജീവിതയാത്ര എന്താണ്, പാതിയിലേറെ കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മകളൊക്കെ വഴിയോര കാഴ്ചകളായി പിറകിലേക്ക് ഓടി മറഞ്ഞിരിക്കാം. വഴിയോര കാഴ്ച എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ യാത്രാമധ്യേ കണ്ട കാഴ്ചകൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കോ? ഇല്ല, ഓർമ്മയിൽ നിൽക്കില്ല. അത് എന്താണ്, വഴിയോര കാഴ്ചകളായിട്ട് മറഞ്ഞിരിക്കാം. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നല്ല നല്ല ഓർമ്മകളൊക്കെ എന്ത് ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്താണ് ജീവിതം എന്ന് പറയുന്നത്, ദാമ്പത്യം, ഇവിടെ കവിയുടെ ദാമ്പത്യമാണ് സൂചിപ്പിക്കുന്നത്. അത്രത്തോളം എന്താണ്, നല്ല ദൃഢമായ ദാമ്പത്യ ബന്ധമായിരുന്നു. അതാണ് ഇനി ആരെന്തും എന്തെന്നും ആർക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ സഖിയുടെ വീണ നിറയുന്നതൊക്കെ നമ്മൾ
ഈ വരികളിൽ വായിച്ചു. അപ്പോൾ എന്താണ് അത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരുപാട് പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും മുന്നോട്ട് വന്ന ദാമ്പത്യ ബന്ധമാണ്. അതെന്താണ് വളരെയധികം ദൃഢമായിരിക്കും. അത് വളരെയധികം എന്താണ് അവരുടെ പോരായ്മകൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ദാമ്പത്യ ബന്ധമായിരുന്നു കവിയുടേത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് എന്താണ് എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വയ്ക്കിച്ചു ഞാൻ ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുക. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഇതിലെ നല്ല നല്ല ഓർമ്മകൾ നമ്മൾ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ. അതിൽ എന്ത് ചെയ്യണം, ദുഃഖിക്കുന്ന വിഷമിക്കുന്ന ഓർമ്മകളെ എടുക്കാതെ നമ്മൾ എന്താണ് സന്തോഷം നിറഞ്ഞ സന്ദർഭങ്ങളെ ഓർക്കാനാണ് കവി പറയുന്നത്. അപ്പോൾ എടുത്ത ഭാഗങ്ങൾ വരെ നന്നായി വായിക്കുക. ഇനി കുറച്ച് ഭാഗം കൂടി എടുക്കാനുള്ളൂ. അപ്പൊ എടുത്ത വരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കവിത നന്നായി വായിക്കുക. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.